സഹകരണ ബാങ്ക് വായ്പയ്ക്ക് ഈടുവെച്ചത് വീടെങ്കിൽ ജപ്തി പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ജനങ്ങളെ കബളിപ്പിക്കാൻ. ജപ്തി ഒഴിവാക്കിയാൽ ബാധ്യത ആരേറ്റെടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതോടെ വീട് ഈടായി സ്വീകരിക്കാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ലെന്നതാണ് പ്രധാന പ്രതിസന്ധി. വായ്പയെടുക്കുമ്പോൾ വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ജപ്തി പാടില്ലെന്നും ഇത് സംബന്ധിച്ച സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലാണ് സർവത്ര ആശയക്കുഴപ്പം. സഹകരണ ബാങ്കുകളിലെ വായ്പ, പലിശ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകളും പ്രവർത്തനങ്ങളും RBI മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നടക്കുക. ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ജപ്തി ഒഴിവാക്കിയാൽ വായ്പയെടുത്തയാൾ നികത്തേണ്ട ബാധ്യത ആരേറ്റെടുക്കുമെന്നത് രണ്ടാമത്തെ ചോദ്യം. ഈ ബാധ്യത വഹിക്കാൻ സഹകരണ ബാങ്കുകൾ തയ്യാറാകില്ല. സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാനും സഹകരണ ബാങ്കുകൾക്കാവില്ല. സർക്കാർ സമീപനം ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ വീടുള്ള ഭൂമികൾ ഈടായി വാങ്ങി വായ്പ നൽകുന്നതിൽ നിന്നും സഹകരണ ബാങ്കുകൾ പിൻവലിയാനാണ് സാധ്യത. ഫലത്തിൽ ചെറിയ വസ്തുവും വീടും മാത്രമുള്ള സാധാരണക്കാർക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് സാരം. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്നും കോടികളുടെ വായ്പ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് സർക്കാർ പണം കണ്ടെത്തുന്നതും സഹകരണ സംഘങ്ങളിൽ നിന്നു തന്നെ. ഈ പണസ്രോതസ് ഇല്ലാതെയാകാതിരിക്കാനുള്ള കുറുക്കുവഴിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം.